പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൺമണിയെ പെണ്ണ് കാണാൻ വന്നതിനെ തുടർന്ന് കൺമണിക്ക് വിവാഹത്തിന് സമ്മതമാണ് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ്. ഇതോടെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിനായി വീട്ടുകാർ തയ്യാറാവുകയും ചെയ്യുന്നു. കാര്യങ്ങൾ ഇതേ തുടർന്ന് ഇരുകൂട്ടർക്കും ഇഷ്ടമാവുകയും എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടത്തണമെന്ന് ധനലക്ഷ്മിയും അമ്മായിമാരും പറയുകയും ചെയ്യുന്നു. അവളുടെ ജാതകത്തിന്റെ കാര്യം അറിയാമല്ലോ എന്ന് മനോജിനോട് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് മനോജും ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോയിരിക്കുകയാണ്. കാര്യങ്ങൾ പുറത്താവുകയാണ് എങ്കിൽ പ്രശ്നങ്ങൾ വഷളാകും എന്നുള്ള കാര്യം മനോജിനും കൃത്യമായി അറിയാമായിരുന്നു. ഇതോടെ മനോജ് തൽക്കാലത്തേക്ക് തനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം മറച്ചു വയ്ക്കാനും ജാതകദോഷത്തിന്റെ കാര്യം ആരെയും അറിയിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്. ഇതേസമയം കൺമണിയുടെ വിവാഹം ഏതാണ്ട് ഉറച്ചു എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് കൃഷും കൂട്ടരും. ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ള ചോദ്യം മാത്രമാണ് ബാക്കിയാകുന്നത്. കൺമണിയെ ഉപയോഗിച്ചുകൊണ്ട് നടത്താൻ ഉദ്ദേശിച്ച സകല പ്ലാനും പാളിപ്പോവുകയാണ് എന്നുള്ള കാര്യവും ഇതേ തുടർന്ന് ഉറപ്പിക്കുകയാണ് കൃഷ്. മഹിയെ ചെന്ന് കണ്ട് ഈ കാര്യം അറിയിച്ചതിനെ തുടർന്ന് മഹി, നീ ഇപ്പോൾ എന്തെങ്കിലും ചെയ്തില്ല എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നും നമുക്ക് ഈ വിവാഹം മുടക്കിയാലോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. മറ്റാരും അറിയാത്ത വിധം വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ യാതൊരു സംശയവും ഇല്ലാതെ നമുക്ക് ഈ കാര്യത്തിൽ വിജയിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇതോടെ എങ്ങനെയാണ് ഇനി പ്ലാനിംഗ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അവർ ചിന്തിക്കുകയും ഇതേ തുടർന്ന് കല്യാണിയുടെ ചെക്കൻ ആരാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. അവനെ കണ്ടെത്തി വിവാഹം മുടക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തണമെന്നും നിങ്ങൾ പ്രണയത്തിലാണ് എന്നും അവളെ ഉപേക്ഷിക്കാൻ സാധിക്കുകയില്ല എന്നുമുള്ള പ്രചരണമാണ് നടത്തേണ്ടത് എന്ന് പറയുകയും ചെയ്യുന്നു. മാത്രവുമല്ല, ഇനി അവളില്ലാതെ ജീവിക്കില്ല എന്നും അറിയിക്കണമെന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് കൃഷ് അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്നാണ് കൺമണിയെ പെണ്ണ് കണ്ട ചെക്കനെ കണ്ടുപിടിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്നത്. ഈ കാര്യം ഇതേ തുടർന്ന് കൺമണി അറിയാൻ ഇടയാവുകയും ചെയ്യുന്നു. കൺമണിയുടെ ചെക്കനെ കണ്ട് കൺമണിക്ക് വേറൊരു അഫയർ ഉണ്ട് എന്നുള്ള കാര്യം പറയുകയും വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നതാണ് നല്ലത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ കാര്യം തിരിച്ചടി ആയതിനെ തുടർന്ന് കൺമണിയോട് കാര്യങ്ങൾ അറിയിക്കുന്നതിനായി കൺമണിയുടെ ഫ്യൂച്ചർ ഹസ്ബൻഡ് തയ്യാറായിരിക്കുകയാണ്. ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് തനിക്ക് അങ്ങനെ ഒരു ലവ് അഫെയർ ഇല്ല എന്ന് വ്യക്തമാക്കുന്ന കൺമണി, എന്നാലും ആരായിരിക്കും തന്നെ പറ്റി അങ്ങനെ അപവാദങ്ങൾ പറഞ്ഞു പരത്തുന്നതിന് വന്നിട്ടുണ്ടാവുക എന്ന് കണ്ടെത്താൻ തീരുമാനം എടുക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്നത് മാനസയെയും ഞെട്ടിച്ചു കളയുന്നു. ഇതോടെ മാനസ ഇതേപ്പറ്റി അന്വേഷിക്കണമെന്നും കാര്യങ്ങൾ വെറുതെ വിട്ടുകളയരുത് എന്നുമുള്ള കാര്യം പറഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ ഞാൻ എന്തായാലും അന്വേഷിക്കുന്നുണ്ട് എന്ന് കൺമണി പറഞ്ഞ് മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ കൺമണിയുടെ അന്വേഷണം ഫലം കാണുന്നു. അന്ന് ഈ വിവാഹം മുടക്കുന്നതിനായി ഇടപെട്ടത് മറ്റാരുമല്ല കൃഷ് ആണ് എന്നുള്ള കാര്യം തിരിച്ചറിയുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് കൺമണിയെ. ഇതോടെ എന്തിനായിരിക്കും കൃഷ് അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ള ചോദ്യം ബാക്കിയാവുകയും ഇതിനൊരു ഉത്തരം കണ്ടെത്തണം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുന്ന കൺമണി കൃഷിനെ കാണുന്നതിനായി കൃഷിന്റെ അടുത്തേക്ക് വരികയും ചെയ്യുന്നു. ഇതോടെ കൃഷ് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. താൻ കുറച്ച് കാര്യങ്ങൾ
ചോദിക്കാനാണ് വന്നിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന കൺമണി എന്തിനാണ് തൻ്റെ വിവാഹം മുടക്കുന്നതിനായി ശ്രമിച്ചത് എന്ന് ചോദിക്കുകയും സത്യങ്ങൾ തനിക്ക് അറിയണമെന്നും എന്തിനാണ് ഇല്ലാത്ത അപവാദങ്ങൾ പറഞ്ഞ് പരത്തിയത് എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇതോടെ താൻ യാതൊരു അപവാദവും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനും വെറും തെറ്റിദ്ധാരണ കൊണ്ടാണ് കൺമണി ഇവിടെ വന്ന കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ ഇതേ തുടർന്നാണ് കൃഷിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് കൃഷിന്റെ മുന്നിലേക്ക് കൺമണിയുടെ ചെക്കനും കടന്നു വരുന്നത്. ഇതോടെ കൃഷ് ആകെ പെട്ടുപോയിരിക്കുകയാണ്. മാത്രവുമല്ല ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കി ആവുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് ഒടുവിൽ രക്ഷപ്പെടാൻ സാധിക്കാതെ പെട്ടുപോയതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് രക്ഷപ്പെടുന്നതിനായി കൺമണിയുടെ മുൻപിൽ പറയുകയാണ്, ഞാൻ കൺമണിയെ സ്നേഹിച്ചു, അതിലൊരു തെറ്റുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല. അന്ന് ഡ്രോയിങ്ങിൻ്റെ കാര്യത്തിൽ നീ ചെയ്ത സത്യസന്ധതയുടെ കാര്യം ആലോചിച്ച് തന്നെയാണ് ആ പ്രണയം വന്ന് സംഭവിച്ചത്. അതിൽ തനിക്കൊരു കുറ്റബോധവുമില്ല. എൻ്റെ സ്നേഹമാണത്. ഞാൻ അത് കൺമണിക്ക് നേരെ വെച്ച് നീട്ടി. നിനക്കത് നിഷേധിക്കാതിരിക്കാം. പക്ഷേ തൻ്റെ പ്രണയം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ അവസാന ശ്രമം എന്ന നിലയിൽ അയാളെ ചെന്ന് കണ്ട് കാര്യങ്ങൾ പറഞ്ഞത്. എന്നിട്ടും കാര്യങ്ങൾ ശരിയായില്ല എങ്കിൽ അതെല്ലാം മറന്നുകൊണ്ട് മുന്നിലേക്ക് പോകാനും താൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുകയാണ് കൃഷ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് കൺമണിയാകെ ഞെട്ടിപ്പോകുന്നു. കൺമണിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥ വന്നെത്തിയതിനെ തുടർന്ന് കൃഷ് അവിടെ നിന്ന് തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടിരിക്കുകയാണ്. മാത്രവുമല്ല മഹിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ കൈവിട്ടു പോയി എന്നും ഞാനാകെ നാണം കെട്ടിരിക്കുകയാണ് എന്നും ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. തൽക്കാലത്തേക്ക് കാര്യങ്ങൾ വിട്ടുകളയുന്നതാണ് നല്ലത് എന്ന് ഇതേ തുടർന്ന് മഹി അറിയിക്കുമ്പോഴാണ് കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് മനോജ് മുന്നിലേക്ക് വരുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.